നേരത്തെ കണ്ടതിനേക്കാൾ പുഴയിലെ ഒഴുക്കിന് നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഇടവിട്ട് പക്ഷേ തുടർച്ചയായി മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു മലവെള്ളപ്പാച്ചിലിന് സമാനമായ അവസ്ഥയാണ്. പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്താണ് ഇന്ന് രാവിലെ മുതൽ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കനത്ത മഴയാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ പെയ്തത്. ഇതോടെയാണ് പുന്നപ്പുഴയിൽ അതിശക്തമായ കുത്തൊഴുക്ക് ഉണ്ടായത്. അതിപ്പോഴും ഏതാണ്ട് അതേ നിലയിൽ തുടരുന്നുണ്ട്. ഉരുൾപൊട്ടലല്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നാരോപിച്ച് വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. റിപ്പോർട്ട് കാണാം. കലങ്ങിമറിഞ്ഞൊഴുകുകയാണ് പുന്നപ്പുഴ. പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. ഇന്നലെയും ഇന്നുമായി പെയ്ത കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായി. ബെയിലി പാലത്തിനടുത്ത് ശക്തമായ കുത്തൊഴുക്ക്. പുഞ്ചിരിമട്ടം റോഡിലും അട്ടമല റോഡിലും വെള്ളം കയറി. നേരത്തെയുള്ള ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ കനത്ത മഴയിൽ ഒഴുകിപ്പോയി. ഇവിടെ ഞങ്ങൾ കിടന്ന് നരയിക്കുകയാണ്. ഇവിടെ കാര്യം പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാ. എവിടെ ഞങ്ങൾ മാറി ചെറിയ പിഞ്ചു മക്കളാണ് ഞങ്ങൾക്കുള്ളത്. രാവിലെ ജോലിക്ക് പോയവരെ ജീപ്പിലും മറ്റും തിരികെ എത്തിച്ചു. സ്ഥലത്ത് സർക്കാരിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കനത്ത പ്രതിഷേധമുയർന്നു. സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറെ നാട്ടുകാർ തടഞ്ഞു. ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് 10 മിനിറ്റ് മുമ്പാ. നിങ്ങളെ ചാനലുകൾ ഇവിടുത്തെ എല്ലാവരും നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടും ഇപ്പോഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പോഴാ ഒരു ഫയർഫോഴ്സ് പോലും കൊണ്ടെത്തിക്കുന്നത്. സുരക്ഷിത ഇടമെന്ന് രേഖപ്പെടുത്തിയ നീലിക്കാപ്പ്, റാട്ടപ്പടി, മാട്ടറക്കുന്ന്, പടവെട്ടിക്കുന്ന് എന്നിവിടങ്ങളിലെ ജനങ്ങളാണ് ആശങ്ക രേഖപ്പെടുത്തിയത്. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ. 3 ആള് പോയാ, നമ്മൾ 3 ആള് മരിച്ചു പോയതാ. അത് ഒറ്റ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളത് പട്ടിണിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി. 1 വർഷമായി എവിടെ പോകാൻ ഞങ്ങൾ ഇവിടെ ജീവിക്കണം. ഞങ്ങൾ രാഗം പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് ഒരു 9,000 പോലും ഇല്ല. ഞങ്ങൾക്കൊന്നും പറയാല്ല. ഇതിന് വലിയ മഴയിൽ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങളിവിടുന്ന് വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല, ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല. പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെന്ന ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 100 മില്ലിമീറ്ററിന് മുകളിലാണ് പ്രദേശത്ത് മഴ പെയ്തത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് മണ്ണും പാറയുമടക്കമുള്ള അവശിഷ്ടങ്ങൾ കനത്ത മഴയിൽ താഴേക്ക് വന്നതാകാമെന്ന് വയനാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സുർജിത്ത് അയ്യപ്പൻ, 24 വയനാട്.